എൽമെക്സ് സമ്മാനോത്സവം 2010-2011 അടിപൊളി സമ്മാനങ്ങളുമായി എൽമെക്സ് സമ്മാനോത്സവം. 1000 രൂപയുടെ വസ്ത്രങ്ങളോ 5000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളോ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിൽ സമ്മാനപ്പെരുമഴ. മെഗാ സമ്മാനമായി മാരുതി SX4ഉം ഓണം റംസാൻ സമ്മാനമായി മാരുതി ഓൾട്ടോയും. 2ാം സമ്മാനമായി മലേഷ്യൻ ട്രിപ്പുകളും. വേഗമാകട്ടെ, എൽമെക്സ് വെഡ്ഡിംഗ് കാസിൽ കായംകുളം. ചുണ്ടനിന്ന് കരകാട്ടം, കാവാലം ചുണ്ടനിന്ന് കളിയാട്ടം. കാരിച്ചാൽ ചുണ്ടനിന്ന് കരകാട്ടം, കാവാലം ചുണ്ടനിന്ന് കളിയാട്ടം. ഞാൻ മുൻപ് പറയുന്നപോലെ 4ാമത്തെ വിസിലിന് മുഴുവൻ വെള്ളം ഒരുപാട് ആപ്പിട്ട് ഒഴിവാക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാവുന്നതാണ്. ചമ്പക്കുളം കായംകുളം NRIസിന്റെ UAE ചാപ്റ്ററുമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ സ്പീഡ് ബോട്ട് ഇവിടെ വരണം. തങ്കച്ചൻ പാട്ടത്തിൽ ഇന്നത്തെ ഈ പ്രഥമ കായംകുളം ജലമേളയ്ക്ക് നിരവധി സഹായങ്ങൾ ചെയ്യുക. തുടിക്കുന്ന ചുണ്ടൻ അയ്യട, ആ ജനവാദികളെ കീറുമുറിക്കുന്ന കണ്ടോ, ആ ഓളപ്പാത്തുകളെ കീറുമുറിക്കുന്ന കണ്ടോ. എത്ര സുന്ദരമായ കാവ്യവിരുന്ന, എത്ര സുന്ദരമായ കലാവിരുന്ന, എത്ര സുന്ദരമായ കായിക വിരുന്ന. മിന്നൽ പോലെ കയറി വാ, ഇടിച്ചിടിച്ചു വാ. 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീ ഗണേശൻ ഇല്ല. 1ാം ട്രാക്കിൽ വരുന്ന ആനാരിക്കുട്ടൻ ചുണ്ടൻ ഇല്ല. 3ാം ട്രാക്കിലെ പാട്ടാണ് ഈ കായംകുളം ജലക്ഷേത്രത്തിന്റെ സുന്ദരമായി 3 വള്ളങ്ങൾ അങ്ങനെ കുറഞ്ഞു വരുന്നു. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പട്ടാറ അല്പം മുന്നിലാണോ പറയാനാവില്ല. ഇങ്ങനെ ഗണേശൻ ആനാരി 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആനാരി, 2ാം ട്രാക്കിലൂടെ ഗണേശൻ, 3ാം ട്രാക്കിൽ വരുന്ന പട്ടാറ.
അങ്ങനെ ഒത്തിരി കഥ പറഞ്ഞു പോവുകയാണ്. കായംകുളം കായലെന്ന് വെച്ചാൽ ചരിത്ര ഭൂമിയാണ്, യുദ്ധസമര ചരിത്രങ്ങളുടെ കഥയാണ്. കായംകുളം ജലോത്സവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Elmex Wedding Castle, കായംകുളം. മനമാകവേ സ്വപ്നങ്ങളോ സ്വപ്നങ്ങളിൽ നിറം ചാർത്തുവാൻ കനവിലെ കനകവും കവിതയായി ഒഴുകുമീ Elmex Wedding Castle, കായംകുളം. എൽമെക്സ് സമ്മാനോത്സവം 2010-2011 അടിപൊളി സമ്മാനങ്ങളുമായി എൽമെക്സ് സമ്മാനോത്സവം 1000 രൂപയുടെ വസ്ത്രങ്ങളോ 5000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളോ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിൽ സമ്മാനപ്പെരുമഴ. മെഗാ സമ്മാനമായി മാരുതി SX4ഉം ഓണം റംസാൻ സമ്മാനമായി മാരുതി ഓൾട്ടോയും, രണ്ടാം സമ്മാനമായി മലേഷ്യൻ ട്രിപ്പുകളും. വേഗമാകട്ടെ, എൽമെക്സ് വെഡിംഗ് കാസിൽ കായംകുളം. ചുണ്ടനിന്ന് കരകാട്ടം, കാവാലം ചുണ്ടനിന്ന് കളിയാട്ടം. കാരിച്ചാൽ ചുണ്ടനിന്ന് കരകാട്ടം, കാവാലം ചുണ്ടനിന്ന് കളിയാട്ടം. അനുവദിച്ചിരിക്കുകയാണ്. സുന്ദരമായ ഒരു 3 വള്ളങ്ങൾ അവരെങ്ങനെ ദൃഷ്ടിയിൽപ്പെട്ടു. ആവേശത്തിലുമായി 4 വള്ളങ്ങളുടെ ആവേശത്തിൽ തുഴയുകയാണ്. ഇതാ വനിതകൾ നീട്ടി തുഴയുകയാണ്. ദേവാസ് ആ പൊന്നിൻ തടിയിലാണ് ചെമ്പ് പൊന്നി കാച്ചതുപോലെ ദേവാസ് അതെങ്ങനെ തുടങ്ങി വരുമ്പോൾ കാറ്റത്തേക്കാണ്ട് വെട്ടുപിന്നാലെയുണ്ട്. കാറ്റത്തേക്കും ദേവാസ് നമ്മുടെ സുന്ദരമായ മത്സരമാണ്. ഇത് അമ്മമാർക്ക് തുഴയാനറിയാൻ പാടുന്ന 4 പറഞ്ഞു കട്ടിയുള്ള വള്ളമാണ്. ഒരു വശം ചുരുള്, മറുവശം ചുണ്ടന്റെ ആകൃതിയിൽ 7 വള്ളങ്ങൾ, ചരക്ക് വള്ളങ്ങൾ. ദേവാസെ ഈ ദേവദൂതനെ പോലെ ഈ കടന്നു വരികയാണ്, കുറിച്ചുകുത്തി വരികയാണ്. കമ്പനി വള്ളം അതിന്റെ പിന്നാലെ, കമ്പനി വള്ളം ദേവാസും കമ്പനിയും ദേവാസും കമ്പനിയും തമ്മിൽ നോക്കുക. അതിന്റെ ചുവടിന്റെ തലയിലാണ് ആ വെള്ളം അങ്ങനെ കെട്ടിപ്പാടി ചീർപ്പാടി കടന്നു. അടിച്ച് സുന്ദരമായി കിടന്നു. അത് തിരിച്ചു മുന്നോട്ട് വെള്ളപ്പാടുമുടിനായിട്ട് ദേവാസ് അങ്ങനെ കടന്നു. ആൺപിള്ളകൾ അങ്ങനെ പങ്കായം കുത്തി അങ്ങനെ അതിമനോഹരമായി തീർന്നിട്ട് അടുത്ത 2 വള്ളങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിക്കാരനും കാറ്റത്തേക്കും തമ്മിലുള്ള മത്സരമാണ്. അവരും പിടിവിടുന്നില്ല. ഞാൻ പറയട്ടെ, ഈ മത്സരത്തിൽ തോറ്റാലും ജയിച്ചാലും നമ്മുടെ സൗഹൃദം തകർക്കരുത്. അങ്ങനെ സുന്ദരമായ തുഴഞ്ഞ് കാട്ടിൽത്തേക്കും ഡൽഹിക്കാരനും കമ്പനിയും ദേവാസും തമ്മിൽ തുഴഞ്ഞു വരികയാണ്. സുന്ദരമായി 2 പങ്കായങ്ങൾ, ഇത് 3 പങ്കായങ്ങൾ ഒരുപോലിട്ട് കുത്തിയെറിഞ്ഞുകൊണ്ട് ഒരു വള്ളം ഇങ്ങോട്ട് മുന്നോട്ട് കാലി കയറി വരികയാണ്. അത് കാട്ടിൽത്തേക്കാണോ അതോ ഡൽഹിക്കാരനാണോ? ചെല്ലിക്കാരൻ തന്നെ 1ാം ട്രാക്കിൽ 22ാം നമ്പർ വള്ളം ചെല്ലിക്കാരൻ ഇങ്ങനെ വള്ളപ്പാടുന്ന 2ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. അങ്ങനെ സുന്ദരമായി ഒളിമ്പിക്സിലെ ലോകകപ്പില് വിമുസിലായിട്ട് ഊതിക്കൊണ്ട് വരിക. ഇപ്പോഴത്തെ ഹരമാണ്, അങ്ങനെ ജ്വരമാണ്. അങ്ങനെ വള്ളങ്ങളുടെ വനിതകളുടെ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ശേഷം ഷാജി ക്ഷേരമണ്ണ് നിർണ്ണയിക്കുകയുമാണ്. അങ്ങ് കവളാറ്റിൻകരയിലുണ്ടായിരുന്നു, കുമരകത്തുണ്ടായിരുന്നു, ആലപ്പുഴയിലുണ്ടായിരുന്നു, ചമ്പക്കുളത്തുണ്ടായിരുന്നു, കുളങ്ങുന്നിലുണ്ടായിരുന്നു. എങ്ങനെ വെച്ചടിച്ച് അവരെങ്ങനെ കയറിപ്പോരുക. തുഴയെന്ന് കാണിച്ചാൽ മതി. ആ ചില വാഹനങ്ങളെ കുറിച്ച് എല്ലാം പറയത്തില്ലേ, പെട്ടെന്ന് കാണിച്ചാൽ മതി. വള്ളം പറക്കുന്നത് ഇതുപോലെ തുഴയെന്ന് കാണിച്ചാൽ മതി. ഇവിടുത്തെ കാണികൾ കയ്യടിക്കുന്നത് ഒപ്പത്തിൽ വരുമ്പോ മത്സരത്തിന്റെ ചൂട് വാശിയൊക്കെ കണ്ടാൽ അവർ കൈയടിക്കുന്നില്ല. ജയിച്ചവരെ അങ്ങനെ കൈയടിച്ച് പ്രവർത്തിക്കുക. ഇവിടെ ഉദയംബ്രഹ്മൻ വരുന്നു, അതുപോലെ തന്നെ വേണുഗോപാൽ, പുന്നമടക്കായിലെ ചരിത്രം എഴുതിയ വള്ളങ്ങളാണ്. ഇവിടെ ഉദയംബ്രഹ്മൻ 1ാം ട്രാക്കിനോട് അവർ 2ാം സ്ഥാനത്തേക്ക് പോലീശ്ശേരി അവരങ്ങനെ കടന്നു പോകുകയാണ്. സുന്ദരമായ മത്സരമാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ വിലക്കത്തമില്ലാതെ കളിയൊന്ന് ജനിച്ചിട്ടുണ്ട്. അവർ കുഴമ്പൊരുക്കി കഴിഞ്ഞു. എന്തൊരു വരവാ, എന്തൊരു കുതിപ്പ, എന്തൊരു ആവേശമാ. സിരകളിലേക്ക് അങ്ങനെ ആവേശം പകർന്നുകൊണ്ട് കുട്ടനാടൻ മക്കളുടെ സിരകളിലേക്ക് രക്തം അങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ട് അങ്ങനെ ആവേശ തിരമാല ഉയർത്തിക്കൊണ്ട് കായംകുളം കായലിന് ഇനി
കായംകുളം ജലോത്സവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Elmex Wedding Castle, Kayamkulam. മനമാകവേ സ്വപ്നങ്ങളോ സ്വപ്നങ്ങളിൽ നിറം ചാർത്തുവാൻ കനവിലെ കനകവും കവിതയായി ഒഴുകുമീ Elmex Wedding Castle, Kayamkulam. എൽമെക്സ് സമ്മാനോത്സവം 2010-2011 അടിപൊളി സമ്മാനങ്ങളുമായി എൽമെക്സ് സമ്മാനോത്സവം 1000 രൂപയുടെ വസ്ത്രം